Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കാറിൽ വെക്കാവുന്ന ഒരു ആൻഡ്രോയിഡ് കാർ സ്റ്റീരിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാനൊരു കാറിൽ വെക്കാവുന്ന ആൻഡ്രോയിഡ് സെറ്റ് റിവ്യൂ ചെയ്തതാണ്. അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത വീഡിയോയും ഇതേപോലെ കാണിച്ചതാണ് നമ്മുടെ ചാനലിൽ തന്നെ. അതെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിന് മുന്നായിരുന്നു അവരത് ഓൺലൈൻ പരിപാടികൾ ചെയ്തിരുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം അവർ ടോട്ടലി അത് ഓൺലൈൻ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇനി എന്ന് തുടങ്ങുന്ന ഒരു ഐഡിയ ഇല്ല. അത് കാരണം കൊണ്ടാണ് അത് ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് കിട്ടാത്തത്. ഇതങ്ങനെയല്ല, ഈ ലിമോർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ഈ അവതരിപ്പിക്കാൻ പോകുന്ന ആൻഡ്രോയിഡ് സെറ്റ് കാറിൽ വെക്കാവുന്നത്. ഇത് വന്നിരിക്കുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ നമുക്ക് പല വണ്ടിയിലേക്കും പല രീതിയിലുള്ളതുണ്ട്. 7 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെയുള്ള ആൻഡ്രോയിഡ് സെറ്റുകളുണ്ട്. പല വണ്ടിക്കും പല കൺസോളാണ് വരുന്നതെന്ന് മാത്രം. അതുപോലെ തന്നെ വിലയിലും ചില മാറ്റങ്ങളുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടിക്കും പല കൺസോളാണ് വരുന്നത്. ചിലതിന് കൺസോൾ കൂടി വരും. ഇപ്പോൾ ഹുണ്ടായിയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ACVൻ്റെ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് വരുന്നത്. അപ്പോൾ അതിന് കൺസോളിന് കുറച്ച് വില കൂടുതലാണ്. അതിനനുസരിച്ച് ഓഡിയോ സെറ്റും ഈ ആൻഡ്രോയിഡ് സെറ്റും കൺസോളും കൂടി വരുമ്പോൾ കുറച്ച് വില കൂടും. മാരുതിയുടെ വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കൺസോൾ കുറവാണ്, അപ്പോൾ വില ഇത്തിരി കുറവായിരിക്കും വരുന്നത്. ഈ ലിമോർ എന്ന് പറഞ്ഞ കമ്പനി ഈ ആൻഡ്രോയിഡ് കാറിലേക്ക് വെക്കാവുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ മാത്രമല്ല ആൻഡ്രോയിഡ് സെറ്റ് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർമലി ഡബിൾ ടിൻ സെറ്റ് ടച്ച് സ്ക്രീൻ ഇറക്കുന്നുണ്ട്, സിംഗിൾ ടിന്നുകൾ ഇറക്കുന്നുണ്ട്, USB സെറ്റുകൾ ഇറക്കുന്നുണ്ട്, CD പ്ലെയർ ഇറക്കുന്നുണ്ട്, TV, അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം, വീഡിയോ സിസ്റ്റം, വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരുമാതിരി ഐറ്റംസുകളെല്ലാം ലിമോർ ഇറക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് എറണാകുളത്താണ്. മോഡേൺ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കടയിലാണ് അവർ ചെയ്യുന്നത്. അവർ എല്ലാവിധ കാര്യങ്ങളും ഇതിൻ്റെ സർവീസും കാര്യങ്ങളും അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ പേടിക്കേണ്ട. നമുക്കിത് കൊറിയർ വഴിയായാലും അയച്ചു തന്നാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ അയച്ചു കൊടുത്താൽ അവരുടെ സർവീസും കാര്യങ്ങളുണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടിയാണ് ഇത് വരുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് എന്നല്ല, എല്ലാ ഐറ്റംസിനും നല്ല വാറണ്ടിയും നല്ല സർവീസ് തന്നെയാണ്. എറണാകുളത്താണ് ഷോപ്പ് വരുന്നത്. അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന 9 ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റിൽ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം. ഇതിൻ്റെ അകത്ത് ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി കാണിച്ചു തരാം. 2 മോഡലാണ് വരുന്നത്. അതിൽ വന്നിരിക്കുന്നത് ഒന്ന് സിമ്മ് ഇടാവുന്ന ടൈപ്പും വരുന്നുണ്ട്, സിം ഇടാത്ത ടൈപ്പും വരുന്നുണ്ട്. അതിൻ്റെ വില വരുന്നത് സിമ്മ് ഇടാവുന്ന ടൈപ്പിന് വരുന്നത് നമുക്കൊരു 12,000 രൂപ താഴെയാണ് വില വരുന്നത്. സിമ്മ് ഇടാത്ത ടൈപ്പിന് വരുന്നത് 8,000 രൂപ താഴേക്കാണ് അതിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേബിളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സിമ്മ് ഉപയോഗിക്കാവുന്നതും സിമ്മ് ഉപയോഗിക്കാൻ പറ്റാത്തതായ കേബിൾസ് 2 കേബിളുകളാണ് ഇതിനകത്ത് വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് പവർ കേബിൾ, അതായത് ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ കേബിളിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ രീതിയിലാണ്. അതായത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാരുതിക്കാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ മെയിലും ഫീമെയിലും കൂടിയിട്ടുള്ള ഒരു കപ്ലറോട് കൂടിയാണ് ഇതിനകത്തെ കൺസോളോട് കൂടി വരുന്നത്. ആ കേബിൾ വരുന്നത് നമുക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാരുതിക്ക് സ്വിഫ്റ്റിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ കൺസോളും ആ കേബിളും പവർ സപ്ലൈ കേബിളും സ്പീക്കർ ഔട്ടിൻ്റെ കേബിളും ഒരുമിച്ചാണ് അത് വരുന്നത്. ഹുണ്ടായി ആയാലും ടാറ്റയുടെ വണ്ടിക്കായാലും ടയോട്ടയുടെ വണ്ടിക്കായാലും എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഓരോ വണ്ടിയുടെ കൺസോളിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വയർ കണക്ഷൻ വരുന്നത്. അതുകൂടാതെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഓഡിയോ വീഡിയോയ്ക്കുള്ള ഇൻ ഔട്ട് ഓക്സിലറി ഇൻപുട്ടുകളൊക്കെയാണ് കേബിൾ വന്നിരിക്കുന്നത്. അതുകൂടാതെ GPS-ൻ്റെ കേബിൾ വന്നിട്ടുണ്ട്, USB കണക്ട് ചെയ്യാനുള്ള കേബിൾ വന്നിട്ടുണ്ട്. അതെല്ലാനും കണക്ട് ചെയ്യാനുള്ള പോയിന്റുകളും ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കേബിളുകൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ DSP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളത്. അത് ഓഡിയോയ്ക്ക് വേണ്ടിയാണ്. ഓഡിയോൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈക്വലൈസർ ഫംഗ്ഷനാണ്. അതുകൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫോൺ മിറർ ലിങ്ക് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജിമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ബ്രൗസർ ചെയ്യാനുള്ളത്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ഉണ്ട്. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത്. അതൊക്കെ നോർമലി എല്ലാ ആൻഡ്രോയിഡ് സെറ്റുകളിലും ഇത് ബ്ലൂടൂത്ത് ഒക്കെ വരുന്നതാണ്. പിന്നെ വരുന്നത് ഇത് ഫുൾ HD ആണ് വരുന്നത്. 1080p ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫേസ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ് മൈക്കിൻ്റെ ഓപ്ഷൻ. ഇതിനകത്ത് ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. അതുകൂടാതെ റീസെറ്റ് ബട്ടനാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ പവർ ഓൺ സ്വിച്ച് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഹോം ബട്ടനാണ്. പിന്നെ വരുന്നത് ബാക്ക്. അതിൻ്റെ താഴെയായിട്ടാണ് വോളിയത്തിൻ്റെ പ്ലസും മൈനസും വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടുള്ള അപ്ഡേഷനുകളും കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇതിൻ്റെ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. നോർമലി വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് ആണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോൾ വിളിക്കാൻ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി സോങ്സുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് ബ്രൗസ് ചെയ്യാനുള്ളതാണ്. അത് ഗൂഗിൾ വഴി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രൗസ് ചെയ്യാം. പിന്നെ വരുന്നത് ഫോണാണ്. ഫോൺ നമ്മൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തതിന് ശേഷം നമ്മുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നമുക്ക് ഇതുവഴി ഡയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയൽ ചെയ്യാം. കോൾ വിളിക്കണമെങ്കിൽ അങ്ങനെ ഡയൽ ചെയ്യാം. കോൾ വരുമ്പോഴും നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ വരുന്നതാണ് ഇതിനകത്ത് കാർ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതെടുത്തതിന് ശേഷം ഇതിന് ടോട്ടലി ഉള്ള സെറ്റിംഗ്സ് ആണ്. ഇതിനകത്ത് ഫാക്ടറി സെറ്റിംഗ്സ്, കാർ സെറ്റിംഗ്സ്, ആൻഡ്രോയിഡ് സെറ്റിംഗ്സ്, വോളിയം, പിന്നെ അതിൻ്റെ വോളിയത്തിൽ വരുന്ന നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാവുന്ന ബേസ്, ട്രിബിൾ ഒക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, നാവിഗേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടിയുള്ള ഇതിൻ്റെ കണക്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ കണക്ഷൻസ് പുറകിലാണ് ഈ കണക്ഷൻസ് എല്ലാം വരുന്നത്. ഏതിന് വേണ്ടിയിട്ടാണ് ഈ കണക്ഷൻ എന്നുള്ളത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഏതൊക്കെ ലെഗുകളാണ്, ഏതൊക്കെ സോക്കറ്റുകളാണ്, ഏതൊക്കെ കണക്ഷൻസിലേക്ക് പോണത്, അതുപോലെ തന്നെ ആൻറ്റിനയിലേക്ക് പോണത് ഏതാണ്, നമ്മുടെ നെറ്റ്വർക്കിലേക്ക് പോകുന്നത് ഏതാണ്, ഇതെല്ലാം ഈ കണക്ഷൻ നമുക്ക് എടുത്തതിന് ശേഷം കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഇതിനകത്ത് മെയിൻ ഇൻപുട്ടാണ് വരുന്നത്. ആ മെയിൻ ഇൻപുട്ട് ഓൺ ആക്കിയാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ബാറ്ററി സപ്ലൈ ഏതാണ്, പ്ലസ്, അതുപോലെ തന്നെ മൈനസ്, സ്പീക്കർ ഔട്ടുകൾ, ഇതെല്ലാം കണക്ഷൻ നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അടുത്തായിട്ട് വരുന്നതാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഫംഗ്ഷൻസ് നമ്മൾ ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് ഓഡിയോ മാത്രമായിട്ട് പ്ലേ ചെയ്യാം, വീഡിയോ മാത്രമായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഗാലറി, ഫോൺ, റേഡിയോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മെസ്സേജ്, പിന്നെ അതുകൂടാതെ കാൽക്കുലേറ്റർ വരുന്നുണ്ട്, ബ്രൗസ് ചെയ്യാന്നുള്ളത് നേരത്തെ പറഞ്ഞാണ്, ബ്രൗസ് ചെയ്യാന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഇതിനകത്ത് ഫയൽ മാനേജർ. നമ്മൾ മെമ്മറി കാർഡോ അല്ലെങ്കിൽ പെൻ ഡ്രൈവ് കുത്തുകയാണെങ്കിൽ അതിനകത്തുള്ള ഫോൾഡറുകളും കാര്യങ്ങളും നമുക്ക് എടുത്തറിയാൻ പറ്റും. പിന്നെ ഡൗൺലോഡിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്ക്രീനിൽ വന്നിരിക്കുന്നതാണ് ഗാലറി വന്നിരുന്നത്. പിന്നെ ക്രോം, മാപ്പ്, അതായത് ഗൂഗിൾ മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നാവിഗേഷൻ ഇതിനകത്തുണ്ട്. നാവിഗേഷൻ വെച്ച് നമുക്ക് നോർമലി എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെയാണ് നാവിഗേഷനും വരുന്നത്. പിന്നെ പ്ലേ സ്റ്റോറാണ്. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ ID കൊടുത്താലാണ് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ സ്ക്രീനിൽ വരുന്നത്. പിന്നെ യൂട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ID ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം യൂട്യൂബിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹിസ്റ്ററി എല്ലാം ഇതിനകത്ത് കാണാവുന്നതാണ്. യൂട്യൂബ് വഴി നമുക്ക് വീഡിയോയും പ്ലേ ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് ഈ DSPക്ക് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഇത് ഈക്വലൈസർ ഫംഗ്ഷനാണ്. ഇത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് ഇതിൻ്റെ ബേസ്, ട്രിബിൾ, ഡോൾബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ ഈ യൂസർ 1, 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് നമുക്ക് ഈക്വലൈസർ, നമ്മൾ നോർമലി ഈക്വലൈസർ പലരും 5 ബാൻഡ് അല്ലെങ്കിൽ അത്ര ബാൻഡുകളൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. അത് സെറ്റ് ചെയ്യാൻ കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ നോർമലി കേൾക്കാനുള്ള അതിൻ്റെ ക്വാളിറ്റി പോവുള്ളൂ. അപ്പോൾ അത് തന്നെ നോർമൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് അങ്ങനെ സെറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജാസ്, റോക്ക്, പോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുവഴിയായാലും നമുക്കിത് നോർമൽ സെറ്റിങ്സിൽ ഡിഫോൾട്ടായിട്ട് കേൾക്കാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഇതിനകത്ത് യൂട്യൂബ് എടുത്ത് നിങ്ങളുടെ ID കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വഴി പ്ലേ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ID കൊടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് നോർമലി ആയിട്ടൊരു വീഡിയോയും ഓഡിയോയും കൂടി ഇതിനകത്ത് പ്ലേ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കാറുള്ള സോണിയുടെ സ്പീക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് സ്ക്രീൻ വലുതാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെയാണ്. വോളിയം കൂട്ടി നോക്കാം. ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് 4 സ്പീക്കർ ഔട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 2 സ്പീക്കർ കണക്ഷൻ മാത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. വണ്ടിയിൽ വെക്കാൻ പറ്റിയ ഏകദേശം നമുക്ക് വേണ്ടി വരുന്നൊരു ശരിയായൊരു ക്വാളിറ്റിയൊക്കെ തന്നെയുണ്ട്. ഇനി നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇത് കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് നോർമലി ഫിലിം സോങ്സ് ഒന്നും ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ചാനലിലെ ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇട്ട് നോക്കാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളൊരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. കുറച്ച് നേരത്തേക്ക് നമുക്ക് കുറച്ച് തപ്പലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസൊക്കെ അറിയാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ കുറച്ച് ചെയ്ത് തന്നെ നമ്മളിത് പഠിക്കും. ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത് തന്നെ പഠിക്കും. വേറെ ഇതിനകത്ത് ഇത്ര വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല. നമുക്ക് സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്ത
കാറിൽ വെക്കാവുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നുണ്ടെങ്കിൽ കൊറിയർ അയച്ചു തരും. അതുകൂടാതെ നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ കാർ അക്സസറീസിൻ്റെ ഷോപ്പുണ്ട്. അതിൽ കൊണ്ടുവന്നാലും നിങ്ങൾക്കിത് അവർ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.